ഓം ശാന്തി 3-5-2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, ഈ ദുഃഖധാമത്തോട് ജീവിച്ചിരിക്കെ തന്നെ വിട പറയൂ. കാരണം നിങ്ങൾക്ക് സുഖധാമത്തിലേക്ക് പോകണം. രാത്രി കഴിഞ്ഞ് പകൽ വരുന്നു. അതുപോലെ സമയം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ദുഃഖധാമത്തിന്റെ സമയം തീരുകയാണ്. നമ്മൾ സുഖധാമത്തിലേക്ക് പോവുകയാണ്. ഈ സമയം നമ്മൾക്ക് ചുറ്റും ദുഃഖധാമമാണ് എങ്കിലും ഈ കാലചക്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണോ ഇനി വരാൻ പോകുന്നത് അവിടേക്കാണ് നമ്മുടെ ശ്രദ്ധ പോകേണ്ടത്. നമ്മളിപ്പോൾ ദുഃഖധാമത്തെ വിട്ട് സുഖധാമത്തിലേക്ക് പോകണം. അതിനാൽ നമ്മുടെ ശ്രദ്ധയും ദുഃഖധാമത്തിൽ നിന്ന് മാറി സുഖധാമത്തിൽ ആയിരിക്കണം. അവിടേക്ക് പോകുന്നതിന് എന്ത് യോഗ്യത നിറയ്ക്കണം, എന്താണ് ചെയ്യേണ്ടത്, അവയിലാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ചോദ്യം: ബാബ കുട്ടികൾക്ക് ഏത് ചെറിയ പരിശ്രമമാണ് നൽകുന്നത്? ഉത്തരം: ബാബ പറയുന്നു, കുട്ടികളെ, കാമം മഹാശത്രുവാണ്. ഇതിന്മേൽ വിജയം പ്രാപ്തമാക്കൂ. ഇത് നിങ്ങൾക്ക് ഒരൽപ്പം ഒരു പരിശ്രമം നൽകുന്നു. നിങ്ങൾക്ക് സമ്പൂർണ്ണ പാവനമായി മാറണം. പതീതത്തിൽ നിന്ന് പാവനം, അതായത് പവിഴമാകണം. പവിഴമാകുന്നവർ ഒരിക്കലും കല്ലാകില്ല. നിങ്ങൾ കുട്ടികൾ ഇപ്പോൾ പുഷ്പമാകൂ. എങ്കിൽ ബാബ നിങ്ങളെ കണ്ണുകളിലിരുത്തി ഒപ്പം കൊണ്ടുപോകും. ബാബ പഠിപ്പിക്കുന്നതിനെ സഹജ രാജയോഗം എന്നാണ് പറയുന്നത്. കാരണം ഈ രാജയോഗത്തിൽ ഏകദേശം എല്ലാം തന്നെ വളരെ സഹജമാണ്. എന്നാൽ ഒരു കാര്യത്തിൽ മാത്രമാണ് അല്പം ബുദ്ധിമുട്ടുള്ളത്. ആ ഒരു ബുദ്ധിമുട്ട് ബാബ തരികയാണ്. എന്നാൽ ഈ ബുദ്ധിമുട്ടിനെയും മറികടക്കുന്നതാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം. ആ ബുദ്ധിമുട്ട് എന്താണെന്നാൽ ബാബ പറയുന്നു, കുട്ടികളെ, കാമം മഹാശത്രുവാണ്. ഇതിന് മേൽ ജയം പ്രാപ്തമാക്കണം. ഇത് പരിശ്രമമുള്ള കാര്യം തന്നെയാണ്. ഈ വികാരം തന്നെയാണ് നമ്പർ 1 ശത്രു. പതീതത്തിൽ നിന്ന് പാവനമാകുക എന്നാൽ പവിഴ ബുദ്ധി ആകുക എന്നാണ് അർത്ഥം. ബുദ്ധി വളരെ തിളക്കമുള്ളതും ശുദ്ധവുമായി മാറുന്നു. ആരാണോ ഇങ്ങനെ പവിഴമാകുന്നത് അവർക്കൊരിക്കലും കല്ലാകാൻ സാധിക്കില്ല. ആരാണോ സത്യയുഗത്തിന് യോഗ്യരാകുന്നത് അവർക്കൊരിക്കലും കലിയുഗത്തിലെ കാര്യങ്ങൾ ഇഷ്ടപ്പെടില്ല. കലിയുഗി സ്വഭാവം ഉണ്ടായിരിക്കില്ല. നമ്മൾ ഓരോരുത്തരും സത്യയുഗത്തിലേക്ക് പോകുന്നതിനുള്ള പുഷ്പമായിക്കൊണ്ടിരിക്കുകയാണ്. ബാബ നമ്മളെ കണ്ണുകളിൽ വെച്ച് കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. അതിനാൽ ബാബ പറയുകയാണ്, കാമം മഹാശത്രുവാണ്. ഈ കാമവികാരത്തിന് മേൽ ജയം പ്രാപ്തമാക്കണം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ബാബയുടെ ഓർഡിനൻസ് പാലിക്കുന്നതിന് നമ്മൾ ആത്മാക്കൾ സഹോദരങ്ങളാണ്. ഭൃകുട്ടി മധ്യത്തിൽ നമ്മൾ നിവസിക്കുന്നു. നമ്മൾ പരിധിയില്ലാത്ത ബാബയുടെ കുട്ടികളാണ്. ഇത് നമ്മളുടെ ഈശ്വരീയ പരിവാരമാണ്. ഇവയെ സ്മൃതിയിൽ വയ്ക്കണം. ആത്മാഭിമാനി ആകുന്നത് ഒരു ശീലമാക്കി എടുക്കണം. 2. ധർമ്മരാജന്റെ ശിക്ഷകളിൽ നിന്ന് മോചിതരാകുന്നതിന് തന്റെ എല്ലാ കർമ്മക്കണക്കുകളും തീർക്കണം. മായയെ തോൽപ്പിക്കാനുള്ള മന്ത്രം ഓർമ്മിച്ച് സത്വപ്രധാനമാകണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ബാബ ഓർഡിനൻസ് ഇറക്കിയിരിക്കുകയാണ്. അതായത് വിളംബരം ഇറക്കിയിരിക്കുകയാണ്. നമ്മൾ ആത്മാക്കൾ പവിത്രമാകണം എന്ന്. ഇപ്രകാരം പവിത്രമാകുന്നതിന് നമ്മൾ ആത്മാക്കളാണ്. ആത്മാക്കൾ എല്ലാവരും സഹോദരങ്ങളാണ്. സഹോദരിമാരുമില്ല, സഹോദരങ്ങൾ മാത്രമാണ്. ഭൃഗുടി മധ്യത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ പരിധിയില്ലാത്ത ബാബയുടെ
കുട്ടികളാണ്. നമ്മൾക്കുള്ളത് ഈശ്വരീയ പരിവാരമാണ്. ഇവയെല്ലാം ഓർമ്മയിൽ വെക്കണം. ഇവ ഓർമ്മിക്കുന്നതിലൂടെ നമ്മൾക്ക് പവിത്രമാകുക സഹജമായി തീരുന്നു. മാത്രമല്ല, ആത്മാഭിമാനി ആകുക എന്നത് ഒരു ശീലമായി മാറണം. ശീലമെന്നാൽ ഏതിലാണോ നമ്മൾക്ക് പരിശ്രമം എടുക്കാത്തത് അതിനെയാണ് ശീലമെന്ന് പറയുന്നത്. ആത്മാഭിമാനിയാകുന്നതും ഒരു ശീലമായി മാറണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ധർമ്മരാജന്റെ അടുക്കൽ നിന്ന് ശിക്ഷ എടുക്കാതിരിക്കുന്നതിന് നമ്മുടെ എല്ലാ കർമ്മക്കണക്കുകളും നാം തീർക്കണം. മായയെ വശത്താക്കുന്നതിന്, അതായത് തോൽപ്പിക്കുന്നതിന് നമ്മൾക്ക് ബാബ മന്മനാഭവ മന്ത്രം തന്നിട്ടുണ്ട്. ഈ മന്ത്രം ഉപയോഗിച്ച് നാം സത്വപ്രധാനമാകണം. വരദാനം ബിന്ദി രൂപത്തിൽ സ്ഥിതി ചെയ്ത് മറ്റുള്ളവരെയും ഡ്രാമയുടെ ബിന്ദിയുടെ സ്മൃതി നൽകുന്ന വിഘ്ന വിനാശകരായി ഭവിക്കട്ടെ. ഏതു കുട്ടികൾക്കാണോ ഒരു കാര്യത്തിലും ക്വസ്റ്റ്യൻ മാർക്കില്ലാത്തത്, സദാ ബിന്ദു രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത്, ഓരോ കാര്യത്തിലും മറ്റുള്ളവരെയും ഡ്രാമയുടെ ബിന്ദിയുടെ സ്മൃതി നൽകുന്നത്, അവരെയാണ് വിഘ്ന വിനാശകർ എന്ന് പറയുന്നത്. അവർ മറ്റുള്ളവരെയും സമർത്ഥരാക്കി സഫലതയുടെ ലക്ഷ്യത്തിൻ്റെ സമീപത്തെത്തിക്കുന്നു. അവർ പരിധിയുള്ള സഫലതയുടെ പ്രാപ്തി കണ്ട് സന്തോഷിക്കുന്നില്ല, എന്നാൽ പരിധിയില്ലാത്ത സഫലതാമൂർത്തരാകുന്നു. സദാ ഏകരസവും ഏക ശ്രേഷ്ഠ സ്ഥിതിയിലും സ്ഥിതി ചെയ്യുന്നു. അവർ തൻ്റെ സഫലതയുടെ സ്വസ്ഥിതിയിലൂടെ അസഫലതയെയും പരിവർത്തനപ്പെടുത്തുന്നു. ആർക്കാണോ ബിന്ദു സദാ ഓർമ്മയുള്ളത്, ഞാൻ ആത്മാവ് ബിന്ദുവാണ്, ഞാൻ പരമാത്മാ ബിന്ദുവിൻ്റെ സന്താനമാണ്, ഈ ഡ്രാമയും ബിന്ദുവാണ്. ആർക്കാണോ ഈ സ്മൃതിയുള്ളത്, അവർ സ്വയം ഒരിക്കലും ചോദ്യചിഹ്നത്തിൽ വരുന്നില്ല. അതായത് അവർക്കൊരിക്കലും ഒരു ചോദ്യം വരുന്നില്ല. സദാ ബിന്ദു രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതിനോടൊപ്പം മറ്റുള്ളവർക്കും ഓർമ്മ നൽകുന്നു ഡ്രാമ ബിന്ദുവിനെ കുറിച്ച്. ഇങ്ങനെ ആരാണോ മറ്റുള്ളവരെയും സാർത്ഥകരാക്കി മാറ്റുന്നത്, അവരുടെ സഫലതയുടെ ലക്ഷ്യം വളരെ സമീപമാണ്. അവർ ഒരിക്കലും അസഫലതയെ കണ്ട് വിഷമിക്കുന്നില്ല, അല്ലെങ്കിൽ പരിധിയുള്ള സഫലതയെ കണ്ട് സന്തോഷിക്കുന്നില്ല. പകരം പരിധിയില്ലാത്ത സഫലതയിലാണ് അവർക്ക് സന്തോഷമുള്ളത്. അവർ സദാ ഏകരസസ്ഥിതിയിലാണ്, സദാ ശ്രേഷ്ഠ സ്ഥിതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തൻ്റെ ശ്രേഷ്ഠ സ്ഥിതി കൊണ്ട് അസഫലതയെയും അല്ലെങ്കിൽ നഷ്ടത്തെയും അവർ പരിവർത്തനപ്പെടുത്തുന്നു. സ്ലോഗൻ: ആശീർവാദം എടുക്കണം, ആശീർവാദം കൊടുക്കണം. എങ്കിൽ വളരെ പെട്ടെന്ന് മായാജീതരാകാൻ സാധിക്കും. മായയെ ജയിക്കുന്നതിന് നാം നമ്മുടെ മനസ്സിനെ ജയിക്കണം. മനസ്സിനെ ജയിക്കുന്നതിന് നാം മറ്റുള്ളവർക്ക് ആശീർവാദം നൽകണം, മറ്റുള്ളവരിൽ നിന്ന് ആശീർവാദം എടുക്കണം. ആര് എന്ത് ചെയ്താലും നമ്മളുടെ മനസ്സിൽ നിന്ന് എല്ലാവരെ പ്രതിയും ആശീർവാദം മാത്രമേ വരാവൂ. ഇത് മനസ്സിൻ്റെ നെഗറ്റിവിറ്റിയെ ജയിച്ചതിന് സമാനമാണ്. അതുപോലെ നാം എപ്പോഴാണോ മറ്റുള്ളവരുടെ ആശീർവാദം എടുക്കണം എന്ന ലക്ഷ്യം വെക്കുന്നത്, അപ്പോൾ നാം നമ്മളുടെ പെരുമാറ്റത്തിലും കർമ്മത്തിലും വളരെ ശ്രദ്ധാലുക്കളായിരിക്കും. അല്പം പോലും ദുഃഖം കൊടുക്കുകയോ അല്ലെങ്കിൽ കഷ്ടം കൊടുക്കുകയോ ഇല്ല. ഇപ്രകാരം ആശീർവാദം കൊടുക്കുകയും എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ മായയെ ജയിക്കാൻ സാധിക്കും. ഓം ശാന്തി.